ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു പ്ലാന്റാണ്. ഇത് കലാത്തിയ വിഭാഗത്തിൽ പെടുന്നതാണെന്നും പറയുന്നുണ്ട്, ചിലരല്ലാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കലാത്തിയയിൽ പെടുന്ന തന്നെ ഒരു സെൻറ്റീന പ്ലാന്റാണ്. സെൻറ്റീന ഗ്രേ സ്റ്റാർ, പ്ലെയർ പ്ലാന്റ് എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ബുഷിയായിട്ട് വേണമെങ്കിൽ ബുഷിയായിട്ട് വളർത്താം, നല്ല ലെങ്തി ആയിട്ട് നല്ല വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ളൊരു പ്ലാന്റാണ് സെൻറ്റീന ഗ്രേ സ്റ്റാർ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. അതല്ലാതെ നമുക്ക് കുറച്ച് വെറൈറ്റിയും കൂടി കലാത്തിയ പ്ലാന്റ് ഉണ്ട്. ഇത് കലാത്തിയയിൽ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾ പോട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് കലാത്തിയയിൽ വരുന്ന എല്ലാവരെയും വീട്ടിൽ തന്നെ ഉണ്ടാകുന്നൊരു പണ്ട് മുതലേ ഉണ്ടായി വരുന്നൊരു ചെടിയാണ്. കലാത്തിയ സെബ്രിയ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ വേറെ വേറെ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കലാത്തിയ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ കളർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. അത് നമ്മുടെ സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് മാറി വരുന്നതാണ്. ഇതൊരു തണൽ നിറഞ്ഞുള്ളൊരു സ്ഥലത്താണ് അധികം വെക്കേണ്ടത്. ബ്രൈറ്റായിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് കലാത്തിയ ചെടികൾക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല. അപ്പം നമ്മൾ കുറച്ച് തണൽ നോക്കിയിട്ട് ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്പോട്ടിൽ വേണം ഈ ചെടികളൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കലാത്തിയ പ്ലാന്റ്. അപ്പോൾ നമ്മൾ വെക്കുന്ന നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഷെയ്ഡാണ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും ഈ ചെടി വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞ് വരാൻ തുടങ്ങും. ഇതന്നെ നമ്മൾ കുറച്ച് മുറ്റത്ത് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡിൽ വെച്ചപ്പോൾ ഈ ഇലൻ്റെ ലീഫിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ്. ഇതിൻ്റെ ഇലകളുടെ ഭംഗി കൊണ്ടാണ് നമ്മൾ കലാത്തിയ ചെടികൾ കൂടുതലായിട്ടും ഉണ്ടാക്കി വരുന്നത്. കലാത്തിയയിൽ വരുന്നൊരു മറ്റൊരു വെറൈറ്റിയാണ്. കുറച്ച് വലുതായിട്ടുള്ള ലീവ്സുകളാണ്, നീണ്ടിട്ട് നല്ല വലുപ്പത്തിലുള്ള ലീവ്സാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ ഒരു വൈറ്റ് പിങ്ക് കളറിലുള്ള സ്ട്രൈപ്പ് വരുന്നുണ്ട്. ഇത് കലാത്തിയ പിൻട്രസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്നതാണ്, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ. അതുപോലെ തന്നെ ഇത് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാവുന്നത്. മറ്റ് കലാത്തിയയിലെ ചെടി പോലെ ബുഷിയായിട്ട് കുറ്റിയായിട്ടല്ല വളരുന്നത്, കുറച്ച് ലെങ്ത്തിൽ വന്നിട്ടാണ്. ഇതിൻ്റെ ലീഫിനും നല്ലൊരു വലുപ്പമുണ്ട്. ഇത് നമ്മൾ 2-3 പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൺഷെയ്ഡിൻ്റെ അടിയിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിങ്ക് സ്ട്രൈപ്പാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഷെയ്ഡിനനുസരിച്ച് ഇതിൻ്റെ പിങ്ക് കളർ നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഗ്രൈപ്പിൻ്റെ കളറിലാണ് വരുന്നത്. എല്ലാ കലാത്തിയൻ്റെ ഓൾമോസ്റ്റ് അങ്ങനെയാണ് ലീഫുകൾ വരുന്നത്. ഈ ഒരു കലാത്തിയൻ്റെ ലീഫ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, ഒരു ഗ്രേപ്പിൻ്റെ കളറിലാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കലാത്തിയയിലൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് വലുപ്പത്തിൽ ഉണ്ടായി വരാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കുറച്ചുകൂടെ വലിയൊരു പോട്ടിലേക്ക് വെച്ചിട്ട് നല്ല വലുപ്പത്തിൽ ആക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് നമുക്ക് ഈ ചെടി ഒന്ന് മാറ്റിയെടുക്കാം. ഒരു തൈ ഇത് നമ്മൾ ചെറിയൊരു തൈയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ 1-2 തൈയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേറെ പോട്ടിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് പോട്ടാണ് നമ്മൾ ചെടി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഡോറായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നല്ലൊരു വൈറ്റ് കളറിലുള്ള തന്നെയാണ് സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ്. കുറച്ച് ഡ്രൈ ആയിട്ട് പെട്ടെന്ന് മണ്ണ് വലിഞ്ഞു പോകുന്ന തരത്തിലുള്ള, മണ്ണിൽ വെള്ളം വലിഞ്ഞു പോകുന്ന തരത്തിലുള്ള മണ്ണായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ഫെർട്ടിലൈസറും അതുപോലെ തന്നെ അങ്ങനെ ചാണകപ്പൊടി അതുപോലെ തന്നെ കൊക്കോപീറ്റ് വളരെ മിതമായ രീതിയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒന്ന് പോട്ടിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോട്ടിന് ഹോൾ ഇട്ടിരിക്കണം. പ്രത്യേകിച്ച് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന നേരത്ത് ഒരു ചെറിയ ഹോൾ ഇട്ടാൽ മതി. ഓവറായിട്ട് നമുക്ക് വെള്ളം കൊടുക്കേണ്ടി വരില്ല. അതായത് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തായിരിക്കുമല്ലോ. പുറമേ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹോൾ ഇട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കുന്ന സമയത്ത് കെട്ടിക്കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ചെടി മെല്ലെ ഇളക്കി എടുക്കുന്നുണ്ട്. ചെടി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിപ്പോൾ മേടിച്ച് വെച്ചിട്ട് 3 മാസം ആയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ 2-3 തൈകളും ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേരുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കുറച്ച് മണ്ണോടെ തന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണിട്ടിട്ട് പോട്ട് സെറ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഞാൻ കണക്കാക്കിയിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കലാത്തിയ ചെടികൾ വെക്കുന്ന നേരത്ത് ഒരു ഷെയ്ഡിനുള്ള സ്ഥലത്ത് വെക്കുക, പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഒന്നരാടെന്നെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല ചൂടാണ് ഇപ്പോൾ. പുറത്ത് വെച്ചാൽ തന്നെ പുറത്ത് അകത്തൊക്കെ വെച്ചാൽ തന്നെ നല്ല ചൂടുള്ളൊരു സമയമായതുകൊണ്ട് ചെടീൻ്റെ പോട്ടും അതിൻ്റെ ഡ്രൈനെസ്സൊക്കെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ട് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വെക്കുന്ന നേരത്ത് തണലിൽ തന്നെ വെക്കുക. 1-2 ദിവസം നല്ല തണലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. കാരണം പെട്ടെന്ന് ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മളിത് പുറത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇലകളൊക്കെ കരിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കലാത്തിയൻ്റെ ലീഫുകൾ നല്ല വെയിൽ തട്ടിയാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. കുറച്ച് ദിവസം നമുക്ക് ഷെയ്ഡിൽ വെക്കാം. ഇത് നമ്മൾ ഇൻഡോറായിട്ട് തന്നെയാണ് വെക്കാൻ വിചാരിക്കുന്നത്. ഇൻഡോറായിട്ട് വെക്കുന്നതുകൊണ്ട് കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നല്ല വലുപ്പത്തിൽ വളരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ മൂലയിലും അതുപോലെ തന്നെ വാൾ സൈഡിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് തന്നെ ഒരു ഭംഗിയായിരിക്കും. നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ കളർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേ സ്റ്റാറിന് പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇത് ഒരു ഗ്രീനിൽ തന്നെ ഒരു ഗ്രേ ആയിട്ടുള്ളൊരു ഗ്രീനാണ്. അതിലൂടെ തന്നെ ഡാർക്ക് ഗ്രീന് പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു പിങ്ക് കളറാണ്, ഡാർക്ക് ഗ്രേപ്പിൻ്റെ കളറാണ് ഇതിൻ്റെ പുറകിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കല്ലും കൂടിയും വെച്ചിട്ട് ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വൈറ്റ് കല്ലുകളാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളതിന് ഉള്ളതിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറുത്ത കല്ലുകളൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ പോട്ടിൻ്റെ പീടികയെന്നും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ വിൽക്കുന്ന പീടികയിൽ ഇങ്ങനത്തെ കല്ലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഭംഗിയിലൊക്കെ ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ പല രീതിയിൽ നല്ല ഐഡിയയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഒരു 3 ആഴ്ച 4 ആഴ്ച കൊണ്ട് പൂർത്തിയാവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൽ പുതിയ തൈകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം കുറേ ചെടികൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്, നല്ലൊരു ഡോർഫായിട്ടാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ പുതിയ തൈകൾ മാറ്റിയെടുക്കാവുന്നതാണ്. വലുപ്പത്തിലാണെങ്കിൽ നമുക്കിതിനെ അങ്ങനെ തന്നെ വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കല്ല് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ കല്ല് വെക്കുമ്പോൾ കുറച്ച് ചെടീൻ്റെ മൂട്ടിൽ തന്നെ വെക്കാതെ കുറച്ച് വിട്ടിട്ട് വെക്കുക. പിന്നെ ഇതുപോലെ വൈറ്റ് ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഡാർക്ക് സ്റ്റോണൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതുപോലെ അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ പോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണ്, ഇതുപോലെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ ഫ്ലവർ ഷോപ്പിലൊക്കെ പോയാൽ നമ്മളിതൊരു 30 രൂപയ്ക്ക് മേടിച്ചൊരു ചെറിയൊരു പോട്ടായിരുന്നു. അതാണ് നമുക്കിപ്പോൾ 2-3 ചെടികൾ പോട്ടുകളിലാക്കിയിട്ട് നമ്മൾ മാറ്റി നട്ടിട്ടുള്ളത്. ചെറിയ വിലക്കൊക്കെ കിട്ടുന്ന നല്ല തരം കലാത്തിയ ചെടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ മേടിച്ചിട്ട് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോട്ട് മിക്സും ഇത് വെക്കുന്നൊരു സ്ഥലവുമാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളവും പിന്നെ സൺലൈറ്റുമാണ്. അപ്പോൾ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്കിത് കുറച്ച് ദിവസം വെക്കാം. നമ്മളിത് ഇൻഡോറായിട്ട് വീടിൻ്റെ ബാൽക്കണിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.